നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ ഡാം നാളെ തുറക്കും. തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഡാം തുറക്കുന്നത്. രാവിലെ 10 മണി മുതൽ സ്പിൽവേ ഘട്ടം ഘട്ടമായി തുറന്ന് പരമാവധി 10,000 ക്യൂസെക്സ് വരെ ജലം അണക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുമെന്നാണ് തമിഴ്നാട് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പെരിയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അണക്കെട്ടിൽ ജലനിരപ്പ് 137 അടി പിന്നിട്ടു. 142 അടിയാണ് പരമാവധി സംഭരണ ശേഷി. വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴ അനുഭവപ്പെട്ടതോടെയാണ് ജലനിരപ്പ് ഉയർന്നത്. മണിക്കൂറിൽ 15,500 ഘനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അതിശക്തമായ മഴയെ തുടർന്ന് തെക്കൻ തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടായി. തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിലാണ് റോഡുകളിലും വീടുകളിലുമൊക്കെ വെള്ളം കയറി ജനജീവിതം തടസ്സപ്പെട്ടത്. പുലർച്ചെ 1:30 വരെ തുടർച്ചയായ 15 മണിക്കൂറിനിടെ 60 സെന്റിമീറ്റർ മഴയാണ് തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂരിൽ പെയ്തത്. കന്യാകുമാരിയിൽ 17.3 സെന്റിമീറ്റർ മഴ പെയ്തു. ഇന്നും ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രളയ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ മന്ത്രിമാരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും പല പ്രദേശങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളും ബോട്ടുകളും സജ്ജമാക്കാനും ആവശ്യമെങ്കിൽ ആളുകളെ നേരത്തെ ഒഴിപ്പിക്കാനും സ്റ്റാലിൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയെ തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിലേക്കും സംസ്ഥാന ദുരന്ത നിവാരണ സേനയെ കന്യാകുമാരി ജില്ലയിലും വിന്യസിച്ചിട്ടുണ്ട്. 4000-ഓളം പോലീസുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കടലിൽ പോകരുതെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു. സ്കൂളുകളും കോളേജുകളും ബാങ്കുകളും സ്വകാര്യ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം അടഞ്ഞുകിടക്കും. കനത്ത മഴയെ തുടർന്ന് ചെന്നൈ എഗ്മോർ, നിസാമുദ്ദീൻ കന്യാകുമാരി, തിരുക്കുറൽ എക്സ്പ്രസ്, മധുരൈ പുനലൂർ എക്സ്പ്രസ്, ചെന്നൈ എഗ്മോർ തിരുനെൽവേലി എക്സ്പ്രസ് എന്നിവ രാവിലെ കോവിൽപ്പട്ടിയിൽ സർവീസ് നിർത്തിവെച്ചു. സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്കായി ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പാപനാശം, പെരിഞ്ഞാണി, പേച്ചിപ്പാറ ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതോടെ തിരുനെൽവേലി, തൂത്തുക്കുടി, കന്യാകുമാരി ജില്ലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താമരഭരണി നദി കരകവിഞ്ഞൊഴുകുകയാണ്. കോമറിൻ മേഖലയ്ക്ക് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് മഴ കനക്കാൻ കാരണം. മഴ ശക്തമായ സാഹചര്യത്തിൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് സംബന്ധിച്ച് ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാഞ്ചോലി മലയിലേക്കുള്ള യാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തി. താഴ്ന്ന പ്രദേശങ്ങളിൽ ഉള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. 50 അംഗങ്ങൾ വീതമുള്ള 2 ദേശീയ ദുരന്ത നിവാരണ സേന ടീമുകൾക്ക് തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിലേക്കും 3 സംസ്ഥാന ദുരന്ത നിവാരണ സേന ടീമുകളെ കന്യാകുമാരി ജില്ലയിലും വിന്യസിച്ചിട്ടുണ്ട്. 4000 പോലീസുകാരെ ദുരിതബാധിത ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.